റുപ്യ, അതായത് $4 കൊടുത്തിട്ടാണ് നമ്മൾ ഓട്ടോറിക്ഷ എയർപോർട്ടിൽ പോകുന്നത്. ഇവിടെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റൂല. കാര്യം എന്താണെന്ന് വെച്ചാൽ ചേറിൻ്റെ നടുക്ക് ഈ സാധനമുണ്ട്, ഊരാനും പറ്റൂല. പിന്നെ വേറൊരു കാര്യം, ഞാനിവിടെ കംബോഡിയ വിസിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ 5ാമത്തെ ദിവസമാണ്. ഇന്ന് ഞാൻ എന്തായാലും എക്സിറ്റ് ആവും. അപ്പോൾ ഈ 5 ദിവസവും നമ്മളിവിടെ റൂം എടുത്തിട്ടില്ല, ഡോർമെറ്ററിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. മാത്രമല്ല എനിക്ക് ആരും അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുമില്ല. നമ്മൾ കൂടുതലും ഈ പാർക്കിലും അതുപോലെ ഇന്നലെ ഇവിടെ എയർപോർട്ടിൽ കിടന്നുറങ്ങി, പിന്നെ പള്ളിയിലും അതുപോലെ ബസ്സിലൊക്കെ ആയിട്ട് അങ്ങനെയാണ് നമ്മൾ സ്റ്റേ ചെയ്ത്. ഗൈസ്, അപ്പോൾ ഞാൻ ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടോ. പള്ളീൻ്റെ പേര് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോ. ഇതൊരു പാകിസ്ഥാനി മസ്ജിദാട്ടോ. ഗൂഗിൾ അടിച്ച് നോക്കിയാൽ അങ്ങനെയാണ് കാണുക. മോസ്ക് അൽ ജാമി അൽ ഇസ്ലാം എന്നാണ് പേര്, പക്ഷേ പാകിസ്ഥാനി മസ്ജിദ് എന്നാണ് ഗൂഗിൾ അടിച്ച് നോക്കിയാൽ കാണുക. അപ്പോൾ ഇനി ഞാൻ യാത്ര ചോദിക്കുന്നില്ല, ഓൾറെഡി ഒരു വട്ടം യാത്ര ചോദിച്ചാൽ. അതിന് ശേഷം ഞാൻ പിന്നെ ഈ പള്ളിയിലേക്ക് തന്നെ തിരിച്ചു വന്നു. എന്തായാലും 2 ദിവസം സ്റ്റേ കിട്ടീനും. സ്റ്റേ അല്ല, എനിക്കിവിടെ പകൽ രാത്രി ഉറങ്ങാൻ പറ്റൂല, പക്ഷേ പകൽ ഓക്കെ അതിനും. ഇനി നമ്മൾ നേരെ എയർപോർട്ടിൽ പോവുക. എയർപോർട്ടിൽ പോയിട്ട് ഫ്ലൈറ്റ് കയറി മലേഷ്യയിലേക്ക് പോവുക. ഇനി നല്ല ചുഴലിക്കാറ്റ് പോലത്തെ എന്തോ ഒരു സംഭവം വരുന്നുണ്ട് കേട്ടോ അവിടെ. പിന്നെ ഇവിടുത്തെ മെയിൻ പ്രശ്നം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം എയർപോർട്ടിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കര അടുങ്ങാറാണ്. ബസ് സർവീസ് ഉണ്ട്, പക്ഷേ ബസ് സർവീസ് അങ്ങനെ അവർ ഗൂഗിൾ മാപ്പിലൊന്നും അടിച്ചു നോക്കിയിട്ട് കാണുന്നില്ല. ബസ്സിൽ ഏകദേശം $1 മതി, 80 രൂപ മതി ഇവിടുന്ന് സിറ്റിയിൽ നിന്ന് ഇവിടേക്ക് ബസ് സ്റ്റേഷനിലേക്ക്. പക്ഷേ $80 വേണ്ട, ഏകദേശം $0.4 തോന്നുന്നു. നമ്മുടെ നാട്ടിലൊരു 30-40 രൂപ എങ്ങാനും മതി. പക്ഷേ സെയിം ടൈമിൽ ബസ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ പിന്നെ ടുക്ക് എടുക്കേണ്ടി വരും. ഇതില്ല, മറ്റേ സ്കൂട്ടർ എടുക്കേണ്ടി വരും. സ്കൂട്ടറിന് $10 ഒക്കെ ചോദിക്കുന്നുണ്ട്. 12 കിലോമീറ്റർ ഉണ്ട്, ശരി തന്നെ. $10 എന്ന് പറയുമ്പോൾ ഒരു 800 രൂപയുടെ മുകളിൽ പോയി. ഇടങ്ങാറാണ്. എന്തായാലും നമ്മൾ നോക്കുക, ബസ് തന്നെ കിട്ടുമോ നോക്കുക. കേസപ്പോൾ നമ്മുടെ ഷവർമ്മ കടയിൽ എത്തിക്കിട്ടോ. ഇവിടെ നമുക്ക് 2 ഷവർമ്മല്ല കബാബ്, അപ്പോൾ ഈ 2 കബാബും വാങ്ങി അങ്ങ് പോവാം. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് പിന്നെ വലിയ പൈസയ്ക്ക് വാങ്ങി കഴിക്കണ്ട. ഇതിപ്പോൾ 2 കബാബും വാങ്ങി, പിന്നെ കുറച്ച് ഇങ്ങനത്തെ ഫ്രൂട്ട്സും വാങ്ങി. അപ്പോൾ ഇത് ജസ്റ്റ് നമുക്ക് ടച്ചിങ്സിന്. പിന്നെ ഞാൻ അവിടുന്ന് 2 മലയാളീസിനെ കണ്ടിട്ടോ പള്ളിയിൽ നിന്ന്. അന്നിപ്പോൾ പറയാൻ മറന്നുപോയാണ്. 2 അല്ല 3 ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓലെ മുമ്പ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നൊക്കെ ഉണ്ട്. എനിക്ക് ഫസ്റ്റ് പോലെ കണ്ടപ്പോൾ തോന്നിയിന് വലിയൊരു ഏഷ്യൻ ടച്ച് ഉണ്ടല്ലോ, ഏഷ്യൻ അല്ല ഒരു മലയാളി ടച്ച് ഉണ്ടല്ലോ എന്ന്. പിന്നെ മുസ്ലിം പള്ളിയല്ലേ, താടിയൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഏതെങ്കിലും പാകിസ്ഥാനീസ് അയക്കുന്ന വെച്ച്. അപ്പം മിണ്ടാൻ പോയില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു ഏടാ സ്ഥലം നിൽക്കാം. അപ്പോൾ ഞങ്ങൾ പരിചയപ്പെട്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഓൻ്റെ അവസ്ഥ തന്നെ ഒരു എന്താ പറയുക, കുറച്ച് പ്രശ്നങ്ങളൊക്കെ കണ്ടപ്പോൾ മൈൻഡൊന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടി ട്രാവൽ ചെയ്യാൻ ഇറങ്ങിയ. അപ്പോൾ യാത്ര എന്ന് പറയുന്നത് ഒരു വിധം ഇതിനൊക്കെ പരിഹാരം കേട്ടോ. നിങ്ങളിപ്പോൾ പെട്ടെന്ന് സൂയിസൈഡൊക്കെ ചെയ്യണം എന്നുള്ള ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്താൽ മതി. ഒറ്റയ്ക്ക് കിട്ടോ, ആരെയും കൂട്ടാൻ നിൽക്കരുത്. ആരെയും കൂട്ടേണ്ടവർക്ക് കൂട്ടാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ കുറേ നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും. സൂപ്പർ മാർക്കറ്റിൽ വന്നു കേട്ടോ ഒരു ഇത് വാങ്ങാൻ, മിൽക്ക് വാങ്ങാൻ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ കംബോഡിയയിൽ എത്തിയതിന് ശേഷം നല്ലോണം സൂപ്പർ മാർക്കറ്റിൽ കയറുന്നത്. ഇതുവരെ അതിന് അവസരം കിട്ടിയില്ല. ഞാൻ പറഞ്ഞു ഇവിടെ ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ പുറത്തേനെ കമ്പയർ ചെയ്യുമ്പോൾ വില കുറച്ച് കുറവുണ്ടാവും കേട്ടോ. ഓഫർ പ്രൈസിൽ ഇടുന്നതാണ്, പക്ഷേ ഓഫറൊന്നും അല്ല, ഇത്ര വില ഉള്ളേ. എന്നുവെച്ചപ്പോൾ ഞാൻ നടന്നൊരു പാർക്കിലെത്തി. ഇനി ഇവിടുന്ന് എനിക്ക് വന്നൊരു 800 മീറ്ററും കൂടി നടന്നാൽ ബസ് സ്റ്റാൻഡ് എത്തും. അവിടെ എത്തി നമ്മൾ ചോദിച്ചു നോക്കുക ബസ് ഉണ്ടോയെന്ന് ചോദിച്ചു നോക്കുക. ഇല്ലെങ്കിൽ പിന്നെന്താ ചെയ്യാമെന്നൊരു പിടുത്തമില്ല. നടക്കാമെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അമ്മ. അപ്പോൾ അതെനിക്ക് തോന്നുന്നു ഏകദേശം 3.5 കിലോമീറ്റർ നമ്മൾ നടന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ആ 12 കിലോമീറ്റർ മാറിയിട്ടൊന്നുമില്ല, അത്ര തന്നെ ഇനിയും നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ കഴിച്ചാൽ കൂടെ നായിട്ട് പോകാം. ചെറിയൊരു കഷ്ണമാണ് പീസ് അടവാന്ന്. ഏകദേശം 5000 ട്രയലാവും, 100 രൂപ. ഗൈസ്, കംബോഡിയ നമ്മൾ വിചാരിച്ച കംബോഡിയ അല്ല. ഇങ്ങനെ നടന്ന് ഒരു പെട്രോൾ പമ്പിൻ്റെ അടുത്ത് എത്തിയിട്ടോ. അപ്പോൾ നമ്മൾ എന്തൊക്കെയോ കഴിച്ചില്ലാനോ. അപ്പോൾ അതിനെക്കൊണ്ട് ഒന്ന് ബാത്റൂം പോകണം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ബാത്റൂം സെറ്റപ്പ് ആട്ടോ. ഇവിടെ ചെറിയ ഈ അബുദാബി ലഡ്നോക്കിലൊക്കെ ഉള്ള പോലെ ചെറിയൊരു സീ സ്റ്റോർ ഉണ്ട്. അപ്പോൾ സീ സ്റ്റോർ പോലത്തെ ഒരു സ്റ്റോർ ഉണ്ട് പെട്രോൾ പമ്പിനോട് അറ്റാച്ച് ആയിട്ട് തന്നെ. ഇവിടുന്ന് വേണമെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കാം, സാധനം വേണമെങ്കിൽ സാധനം വാങ്ങാം.
ഇവിടെ കേട്ടോ. ശരിക്കും ഇതിനെ റെസ്റ്റോറൻറ്റ് എന്നാ പറയുക, ടോയ്ലറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഒരു ഇതാവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടുന്ന് ബസ്സും ട്രെയിനൊന്നും ഇല്ല കേട്ടോ, ഈ സമയത്തില്ല. അപ്പോൾ ഞാനൊരു ഓട്ടോ വിളിച്ചിരിക്കും. ഓട്ടോന് ഏകദേശം ബാർഗെയിൻ ചെയ്തിപ്പോൾ 16,000 എന്ന് വെച്ചാൽ $4 എയർപോർട്ടിലേക്ക് പോകാൻ പറ്റും. 9 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നത് വീർത്താണ്. കാര്യം എൻ്റെ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഒരു 8 കിലോമീറ്ററൊക്കെ പോകുമ്പോൾ സാധാരണ ഇത്രയും പൈസ ആവലുണ്ട്. ഇതിനേക്കാളും കൂടുതൽ പൈസ ആവലുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു വട്ടം ഞാൻ മറ്റേ ചെന്നൈയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഞാൻ ട്രെയിനിൽ വന്നത് ഏകദേശം 430 റുപ്യക്കാണ്. അങ്ങനെ താമരശ്ശേരി എത്തി. താമരശ്ശേരിയിൽ നിന്ന് പിന്നെ എൻ്റെ വീട്ടിലേക്ക് 10 കിലോമീറ്ററേ ഉള്ളൂ. 10 കിലോമീറ്ററിന് ഞാൻ ഓട്ടോക്കാരന് കൊടുത്തത് എത്ര അറിയോ? ഏകദേശം 400 റുപ്യ. അതാണ് അവസ്ഥ. പക്ഷേ അത് നോക്കിയിട്ട് കാര്യമില്ല, എല്ലാവരെയും ലൈഫാണല്ലോ. നമ്മളെല്ലാ ജോലിനെയും ബഹുമാനിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജോലികളെ ആളുകൾ ബഹുമാനിക്കൂ എന്നൊരു തത്വം ഞാൻ എവിടെ പഠിച്ചേക്ക്. അപ്പോൾ ബഹുമാനിക്കുക എന്നല്ല, ബഹുമാനിക്കും, പക്ഷെ നമ്മൾ കച്ചവടം കൂടി ഉണ്ടാക്കി കൊടുക്കണം. ശരിക്കും ഇത് $10 പറഞ്ഞതാട്ടോ. എന്ന് വെച്ചാൽ 820 രൂപ പറഞ്ഞ കേസാണ്. ഞാൻ പിന്നെ ചുരുക്കി $4 എത്തിച്ച്. $4 ആവാൻ ചാൻസ് ഇല്ല, കാര്യം 10 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. പക്ഷേ ഇത് ഓട്ടോറിക്ഷ ആണ്, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. എനിക്ക് പിന്നെ സുഖമായിട്ട് യാത്ര ചെയ്യാം. അതുകൊണ്ടൊക്കെ ഓക്കെയാണ്. പിന്നെ നമ്മളെല്ലാ ജോലികളെയും നമ്മളൊരു ഇതുണ്ട് കൊടുക്കണമല്ലോ, കച്ചവടം കൊടുക്കണമല്ലോ. എല്ലാവരും ജീവിക്കാൻ വേണ്ടിയല്ലേ ജോലി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഓക്കെയാണ്. അധികാരം രാജാവിനെ പോലെ പോകണം. 300 റുപ്യ, അതായത് $4 കൊടുത്തിട്ടാണ് നമ്മൾ ഓട്ടോറിക്ഷ എയർപോർട്ടിൽ പോകും. കാണാത്തോലെ കണ്ടേ ഒന്ന് കണ്ടോളി. കംബോഡിയ എയർപോർട്ട് എങ്ങനെയാണ്? കംബോഡിയ അല്ല, ഫെനോം സിറ്റി എയർപോർട്ട്. ഫെനോംപെൻ എന്നാ വലിയ പോംപെൻ എന്നൊക്കെ കേട്ടോ പറയാ. നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ് ആക്കി പറയണം. ഫെനോംപെൻ. ഇതെന്താടാ, കാലിക്കറ്റ് എയർപോർട്ടിനേക്കാളും ചെറുതോ? അത്രയും കൂടി ഒരു ഇതില്ലല്ലോ, ഗമല്ലല്ലോ. കുറച്ച് നീളമുണ്ട് കേട്ടോ. ഇപ്പോൾ എയർപോർട്ടിൽ കയറിയിട്ടോ. ഇത് കയറുന്നതിന് പ്രശ്നമൊന്നുമില്ല. നമുക്കിപ്പോൾ ടിക്കറ്റ് എന്നാണോ അതിൻ്റെ ഒരു ദിവസം മുമ്പേ കയറിയാലും സീനൊന്നുമില്ല. ഏകദേശം നമ്മൾ തായ്ലൻഡ് എയർപോർട്ടൊക്കെ പോലെ തന്നെ. അല്ലാതെ നമ്മൾ കോഴിക്കോട് എയർപോർട്ട് പോലെയല്ലേ. കോഴിക്കോട് ഇപ്പോൾ കയറുകയാണെങ്കിൽ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണ്ടേ, എല്ലാം നോക്കിയിട്ടല്ലേ ഓരോ യാത്രയ്ക്ക് വിടും. ഇവിടെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല, ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ എയർപോർട്ട് നമ്മളെ എയർപോർട്ടിനേക്കാളും നമ്മളെ കാലിക്കറ്റ് എയർപോർട്ടിനെ അതുപോലെ തന്നെ ഉണ്ട്, വലിയ മാറ്റമൊന്നുമില്ല. ഇവിടെ നമ്മുടെ ഫ്ലൈറ്റ് ഏറ്റവും ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. അവിടെ കംബോഡിയൻ ലാംഗ്വേജിൽ എഴുതി വെച്ച് കണ്ടില്ലേ, എയർ ഏഷ്യാന്ന്. അപ്പോൾ അത് ഏകദേശം 8:20 കേട്ടോ. രാവിലെ 8:20. അപ്പോൾ ഒരു 4:20 ഇൻ്റർനാഷണൽ ഡിപ്പാച്ചർ ആകുമ്പോൾ 4 മണിക്കൂർ മുമ്പേ ചെക്ക് ഇൻ ചെയ്യേണ്ടി വരും. ഒരു 4:20 നമുക്ക് ചെക്ക് ഇൻ ചെയ്യാം. എന്നിട്ട് ചെക്ക് ഇൻ ചെയ്ത് പെട്ടെന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എങ്ങനെയെങ്കിലും ലോഞ്ച് കിട്ടുമോ നോക്കട്ടെ. ലോഞ്ച് കിട്ടുകയാണെങ്കിൽ പിന്നെ അവിടെ അങ്ങ് സ്പെൻഡ് ചെയ്യാം ബാക്കി സമയം മൊത്തം. പിന്നെ ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കണം കേട്ടോ. ഞാനിപ്പോൾ ഒരു ഡോക്യുമെൻറ്റും ഉണ്ടാക്കിയില്ല. അതായത് ആകെ ഇപ്പോൾ പാസ്പോർട്ടും ആ ഒരു ടിക്കറ്റും മാത്രമേ ഉള്ളൂ. മലേഷ്യക്ക് പിന്നെ വിസ വേണ്ടല്ലോ. പാസ്പോർട്ടും ഉണ്ട്, ടിക്കറ്റും ഉണ്ട്. പിന്നെ റിട്ടേൺ ടിക്കറ്റ് എടുക്കണം ഇനി. പിന്നെ ഇൻഷുറൻസ് ആ ഫസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഹോട്ടൽ ബുക്കിംഗ് ചെയ്യണം. ഹോട്ടൽ ബുക്കിംഗ് ഒരു 5 ഡേയ്സിലേക്ക് മതി. 5 ഡേയ്സിലേക്ക് എടുത്താൽ വലിയൊരു ചിലവില്ലാണ്ട് നമുക്ക് ഇവിടെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റൂല. കാര്യം എന്താണെന്ന് വെച്ചാൽ ചേറിൻ്റെ നടുക്ക് ഈ സാധനമായിട്ട് ഊരാനും പറ്റൂല. പിന്നെ നമ്മുടെ ചെക്ക് ഇൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 4:30 കേട്ടോ. ഇപ്പോൾ സമയം 10:30 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു 6 മണിക്കൂർ ഇനി വെയിറ്റ് ചെയ്യണം. അത് കുഴപ്പമില്ല, എന്തെങ്കിലും ചെയ്യുക. പിന്നെ അടുത്ത പരിപാടി എന്താ അറിയോ, എൻ്റെ ടിക്കറ്റിൽ ക്യാരി ബാഗ് മാത്രമേ അതിലൂടെ എന്ന് വെച്ചാൽ 7 kg മാത്രമേ എനിക്ക് കൊണ്ടുപോകാൻ പറ്റൂ. ചിക്കൻ ബാഗൊന്നുമില്ല. 7 kg പ്ലസ് പിന്നെ നമ്മൾ കയ്യിൽ എന്തെങ്കിലും പിടിക്കുന്നുണ്ടോ, ഹാൻഡ് ബാഗൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും അവർ കണക്ക് കൂട്ടൂല. പക്ഷേ ക്യാരി ബാഗായിട്ട് 7 kg മാത്രമേ അലോഡ് ആക്കൂ. അപ്പോൾ ഇതിൽ ഞാൻ മാക്സിമം ഇപ്പോൾ വെയിറ്റ് കുറച്ചിട്ടുണ്ട്. എന്നിട്ട് ഏകദേശം ഒരു 10 കിലോൻ്റെ പുറത്താവുന്നുണ്ട്. അപ്പോൾ വാട്ടർ ബോട്ടിൽ ഞാൻ ഒഴിവാക്കും. പിന്നെ കുറച്ച് കനപ്പെട്ട സാധനങ്ങളൊക്കെ അല്ലേ, അതൊക്കെ എടുത്ത് ഞാൻ ഈ ബാഗിലൊക്കെ വെക്കും, ഇതിൽ വെക്കും. അതുപോലെ കുറച്ച് പോക്കറ്റിൽ ഇടും. അങ്ങനെ കുറേ കീശയിലും ജാക്കറ്റിലും അതുപോലെ ജീൻസൊക്കെ 2-3 ജീൻസൊക്കെ കൊടുക്കും. അങ്ങനെയൊക്കെ ആൾക്കാർ നമ്മൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം.
പിന്നെ ഇത് ബോർഡിംഗ് പാസ് കിട്ടുന്നവരെ കേട്ടോ. ബോർഡിംഗ് പാസ് കിട്ടിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ അതിനുള്ളിൽ കയറുകയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ബോർഡിംഗ് പാസ് തരാൻ നേരം അവർക്ക് ഉണ്ടാകുന്ന ഒരു ചെറിയൊരു അസുഖമാണ് ഈ ഒരു ഇത്. പറ്റൂല, എന്തായാലും കയറ്റാൻ പറ്റൂല, 3 കിലോ അല്ല ഒഴിവാക്കണം എന്ന് പറയും. അങ്ങനെ ഒരു വട്ടം എനിക്ക് കൽക്കട്ടയിൽ നിന്ന് അങ്ങനെ പറ്റി പോയി. ഇവർ അറ്റ് എ ടൈമിൽ വെയിറ്റ് കൂടുതലാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് ഇത് അടിച്ചു 2000 റുപ്യ സ്പോട്ടിലാണ് കത്തിപ്പോയി. ലഗേജിലേക്ക് കിട്ടുകയെന്ന് പറഞ്ഞങ്ങാണ്ട് ഒറ്റയടിക്ക് പെട്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമാനും, പോക്കറ്റിൽ അവിടെയും ഇവിടെ കിട്ടുങ്ങാണ്ട് സാധാരണ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമാനും. നമ്മൾ ടിക്കറ്റ് കുറയാൻ വേണ്ടിയിട്ടല്ലേ ക്യാരി ബാഗ് മാത്രം എടുക്കുന്നത്, അതൊന്നും വലിയ നോക്കുന്നില്ല. അങ്ങനെ ലോക്കായി പോയി വരും കേട്ടോ. പക്ഷേ അതുകൊണ്ട് ആ ഒരു തെറ്റ് ഞാൻ എന്തായാലും ഇവിടെ ആവർത്തിക്കും. ചെറിയൊരു സാൻഡ്വിച്ച് ഉണ്ട് കേട്ടോ, ഞാൻ നേരത്തെ അവിടെ നിന്ന് വാങ്ങി. അപ്പോൾ എന്തായാലും പെട്ടെന്ന് കഴിച്ചാടാം. വിശന്നിട്ടൊന്നുമല്ല കേട്ടോ, ഇത് കുറേ നേരം വെച്ചാൽ പിന്നെ ഇത് എന്തായാലും കേടായി പോകും പെട്ടെന്ന്. അതിനുകൊണ്ട് ഗൈസ് ഉള്ളിൽ കിടക്കാൻ സമ്മതിക്കുന്നില്ല അവിടെയുള്ള പോലീസുകാരൻ. എന്നെക്കൊണ്ട് ഞാൻ എൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ചെറിയൊരു ഗാർഡൻ പോലത്തെ സ്ഥലമുണ്ട് കേട്ടോ. ഇവിടെ ആണെങ്കിലും വന്ന് കിടന്നാലോ ഇങ്ങനെ ആലോചിക്കും. ചെറിയ മാപ്പൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഉറങ്ങുന്നുണ്ട് കേട്ടോ. അത് സേഫാണ്, ഇവിടെ എല്ലാം കിടന്നുറങ്ങാം. ഓക്കെ, അപ്പം നാളെ ഒരു 3 മണിക്ക് എങ്ങനെ. ഗൈസ് ഒരു കാര്യമുണ്ട്, ഇപ്പോൾ സമയം ഏകദേശം 2:46 ആയിട്ടുണ്ട് കേട്ടോ, 2:45 ആയിട്ടുണ്ട്. എനിക്ക് ചെക്ക് ഇൻ ചെയ്യേണ്ടത് 4:20 അപ്പോൾ ഈ ഒരു എയർപോർട്ട് ഇതെനിക്ക് തോന്നുന്നത് 24 hours അല്ല എന്നാണ്. കാര്യം ഏകദേശം എനിക്ക് ഒരു 11:30 ആയപ്പോഴേക്കും അവർ എയർപോർട്ടിനകത്തുള്ള എല്ലാവരോടും പുറത്ത് പോയിക്കോളാൻ പറഞ്ഞിട്ട് പുറത്ത് പോയി. ഇവിടെയൊക്കെ ആൾക്കാർ സ്റ്റേ ചെയ്യുന്നുണ്ട്. പിന്നെ വലിയ തിരക്കുമില്ല, തീരെ തിരക്കില്ല എന്ന് തന്നെ പറയാം. സാധാരണ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ വന്നു പോകുന്നില്ലേ നട്ടപ്പാതിരക്കാണെങ്കിലും. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ ഇവിടെ ഇതിപ്പോൾ ക്ലോസാണ്, എയർപോർട്ട് ക്ലോസാണ് എന്ന് വെച്ചാൽ ഉള്ളിലേക്ക് ആർക്കും പ്രവേശനമില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ആ സമയത്ത് 4:20 അല്ലെങ്കിൽ ഒരു 4 മണിക്കോ ചിലപ്പോൾ ഓപ്പൺ ആവാൻ ചാൻസ് ഉണ്ട്, ഫ്ലൈറ്റ് ഉള്ളതുകൊണ്ടേ. അങ്ങനെ വിചാരിക്കുന്നു ഇപ്പോൾ. പിന്നെ ഇവിടെ റെസ്റ്റോറൻ്റ് ആണെങ്കിലും അങ്ങനെയുള്ള സംഭവമാണെങ്കിലൊക്കെ എല്ലാം ക്ലോസ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു മെയിനായിട്ട് ആൾക്കാരില്ല. പിന്നെ ട്രാവലേഴ്സ് മൊത്തം ഇങ്ങനെയൊക്കെ അവിടെ. പിന്നെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ ഭയങ്കര ചൂടാണ്. ഫാനൊക്കെ ഉണ്ട്, ആ കണ്ടറിഞ്ഞ് വെച്ച് തന്നെ അവർ. പക്ഷെ ഭയങ്കര ചൂടാണ്. മഴ പെയ്യുന്നുണ്ട് കേട്ടോ പുറത്ത്, എന്നാലും കാര്യമില്ല, ഭയങ്കര ചൂടാണ്. പിന്നെ സിറ്റുവേഷൻ അങ്ങോട്ട് ത്വരണം ചെയ്യാം. എന്തായാലും ചാർജ് ചെയ്യട്ടെ, അല്ല പിന്നെ ഇതുണ്ടാവില്ല. ഗൈസ് അപ്പോൾ എയർപോർട്ട് ഓപ്പൺ ആയിട്ടോ. ഇപ്പോൾ സമയം 4:19 എനിക്ക് 4:20 ചെക്ക് ഇൻ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഇന്നലെ ഇവിടെ ആയിരുന്നു കേട്ടോ കിടന്നുറങ്ങി. ഫുള്ളില്ല, ഏകദേശം ഒരു 2 hours 3 hours ഉറങ്ങി. പിന്നെ ജസ്റ്റ് ഇങ്ങനെ ഇതെങ്ങനെയൊക്കെ ഇങ്ങനെ വെറുതെ നടന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അതിനാണല്ലോ സമയം 5:45 ഞാനിപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ പറ്റുമോ ഒന്ന് കിടക്ക മാട്ടേ. കിട്ടൂല. എൻ്റെ അമ്മോ ഈ ബസ്സിനല്ലേ അന്നേരം നോക്കിയെടുത്ത്. പിന്നെ വേറൊരു കാര്യം, ഞാനിവിടെ കംബോഡിയ വിസിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ 5ാമത്തെ ദിവസമാണ്. ഇന്ന് ഞാൻ എന്തായാലും എക്സിറ്റ് ആവും. അപ്പോൾ ഈ 5 ദിവസവും നമ്മളിവിടെ റൂം എടുത്തിട്ടില്ല, ഡോർമെട്രിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. മാത്രമല്ല എനിക്ക് ആരും അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുമില്ല. നമ്മൾ കൂടുതലും ഈ പാർക്കിലും അതുപോലെ ഇന്നലെ ഇവിടെ എയർപോർട്ടിൽ കിടന്നുറങ്ങി, പിന്നെ പള്ളിയിലും അതുപോലെ ബസ്സിലൊക്കെ ആയിട്ട് അങ്ങനെയാണ് നമ്മൾ സ്റ്റേ ചെയ്ത്. ഞാൻ പറയുന്നത് എല്ലാവരെയും കേസല്ല, പക്ഷേ ചില ആളുകൾക്ക് ഇത് നല്ല വൈബായിരിക്കും. ഈ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ ക്യാമ്പ് ചെയ്യുന്നതൊക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവർ കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ നല്ല അടിപൊളി വൈബായിരിക്കും. പക്ഷേ ഞാൻ പറയുന്നത് ഒറ്റയ്ക്കാണെങ്കിൽ അടിപൊളി വൈബാണ്, കുഴപ്പമൊന്നുമില്ല. അതായത് ഫസ്റ്റ് ഡേ ആദ്യത്തെ ദിവസം മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരൂ. കാര്യം എനിക്ക് ഇത് ഫസ്റ്റ് ഡേ മാത്രമേ ഈ ഒരു പ്രശ്നം വന്നിട്ടുള്ളൂ. കാര്യം എനിക്കത് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാ അറിയോ, ഈ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹോട്ടലിൽ എടുക്കാതെ ഡോർമെട്രി എടുക്കാതെ നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ക്യാഷും കൂടെ ലാഭിക്കാമല്ലോ. എന്ന് വെച്ചാൽ എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ക്യാഷ് ലാഭിക്കാൻ പറ്റും. ആ ഒരു ക്യാഷ് നമ്മൾ കൂട്ടി വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ക്യാഷ് കൊണ്ട് അടുത്ത രാജ്യത്ത് പോകാനും പറ്റും. അങ്ങനെയുള്ള കുറേ ചിന്തകൾ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വന്ന മെയിൻ പേടി എന്തായിരുന്നു എന്നറിയോ, നമ്മളിപ്പോൾ കിടന്നുറങ്ങുന്ന നേരം ആരെങ്കിലും നമ്മളെ സാധനങ്ങൾ അടിച്ചുകൊണ്ട് പോകുമോ. രണ്ടാമത്തെ കാര്യം, രാവിലെ എണീച്ചാൽ ബാത്റൂമിൽ നമ്മളവിടെ പോകും. അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. പിന്നെ മൂന്നാമത്തെ കേസ്, നമ്മളിപ്പോൾ എന്താ പറയുക,
താമസിക്കുന്ന നേരം മെയിനായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടി. അതൊരു ബോയ്സ് ആണ് സേഫ് ആണല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ബോയ്സിന് ഈ ഒരു പ്രശ്നം വരുന്നുണ്ട്.